നമസ്കാരം, ഞാൻ പൂജ വിജയൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. അലിഗഡിൽ അതൃപ്തി. ഡൽഹി അലിഗഡ് സർവകലാശാല ഭരണത്തിൽ ഇടപെടാനുള്ള കേന്ദ്ര നീക്കത്തിന് തിരിച്ചടി. ഭരണ കൌൺസിലിലേക്ക് സർക്കാർ നിർദ്ദേശിച്ച 2 പേരുടെ പട്ടിക രാഷ്ട്രപതി തിരിച്ചയച്ചു. നടപടി സംഘപരിവാർ സംഘടനകളുമായി ബന്ധമുള്ളവരെ നാമനിർദ്ദേശം ചെയ്തതിനെ തുടർന്ന്. ഭരണസമിതിയിലേക്ക് കേന്ദ്രത്തിന് 3 അംഗങ്ങളെ ശുപാർശ ചെയ്യാമെന്നിരിക്കെ ഇപ്പോഴത്തെ നീക്കം രാഷ്ട്രീയപരമെന്ന് ആരോപണം. മുസ്ലിം സർവകലാശാലയുടെ ന്യൂനപക്ഷ പദവി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് ഇന്നലെയും പ്രതിപക്ഷം രാജ്യസഭയിൽ പ്രതിഷേധിച്ചിരുന്നു. പറഞ്ഞുവെച്ച പിളർപ്പ്. കേരള കോൺഗ്രസിൽ വീണ്ടും കൂട്ടരാജി. ഫ്രാൻസിസ് ജോർജിന് പിന്തുണ പ്രഖ്യാപിച്ച് പാർട്ടി വിട്ടത് മാണി കോൺഗ്രസിലെ പ്രമുഖനും മുൻ രാജ്യസഭാംഗവുമായ വക്കച്ചൻ മറ്റത്തിൽ, ജോസ് കൊച്ചുപുര, അഡ്വക്കേറ്റ് AJ ജോസഫ്, മാത്യു കുന്നപ്പള്ളി എന്നിവർ. യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം വിമതരും ജോർജിനൊപ്പം. പാർട്ടി വിടാനുള്ള തീരുമാനം നേരത്തെ എടുക്കേണ്ടിയിരുന്നുവെന്ന് വക്കച്ചൻ മറ്റത്തിൽ. മാണിയിൽ നിന്നുണ്ടായത് ഫ്രാൻസിസ് ജോർജിനെ അവഗണിക്കുന്ന സമീപനം. രാജിവെച്ച അംഗങ്ങൾ പുതിയതായി രൂപീകരിക്കുന്ന ജോസഫ് വിഭാഗവുമായി ചേർന്ന് പ്രവർത്തിക്കും. PF-ൽ പിന്മാറ്റം. വിവാദമായ PF നികുതി പിൻവലിച്ചേക്കും. നടപടി പുനഃപരിശോധിക്കാൻ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്ക് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. ഇടപെടൽ സർക്കാർ തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് പിൻവലിക്കുന്ന PF തുകയുടെ 60% നികുതി ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം ഇക്കഴിഞ്ഞ പൊതു ബഡ്ജറ്റിൽ. ഇതിന് കേന്ദ്രം നൽകിയ വിശദീകരണം വരുമാനം ലക്ഷ്യമിട്ടല്ല, മറിച്ച് പെൻഷൻ പദ്ധതിയിലെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനെന്ന്. കനയ്യയ്ക്ക് വധഭീഷണി. JNU വിദ്യാർത്ഥി നേതാവ് കനയ്യകുമാറിന് വധഭീഷണി. കനയ്യെ കൊല്ലുന്നവർക്ക് 11 ലക്ഷം രൂപ പാരിതോഷികം വാഗ്ദാനം ചെയ്ത് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പൂർവാഞ്ചൽ സേനയുടെ പേരിൽ. ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കനയ്യകുമാറിന്റെ സുരക്ഷ ശക്തമാക്കി ഡൽഹി പോലീസ്. ക്യാമ്പസിലെത്തുന്ന സന്ദർശകരുടെ വിവരം ലഭ്യമാക്കാൻ സർവകലാശാല അധികൃതർക്ക് നിർദ്ദേശം. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പ്രചരണത്തിനൊരുങ്ങി കനയ്യകുമാർ. വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റിനെ പ്രചരണത്തിനിറക്കാൻ ഇടതുമുന്നണി. തിരക്കിന്റെ കുരുക്കിൽ. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കൊടുംചൂടിൽ LDF-ഉം സീറ്റ് വിഭജനത്തിന്റെ കുരുക്കിൽ UDF-ഉം. CPM സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം 16-ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ. CPI-യുടെ പട്ടിക 19-ന് തയ്യാറാകുന്നതോടെ ഇടതുമുന്നണിയുടെ സമ്പൂർണ്ണ പട്ടിക 20-ന് പ്രഖ്യാപിക്കും. UDF-ലെ ഉഭയകക്ഷി ചർച്ചകളിൽ ഇന്ന് കേരള കോൺഗ്രസുമായി കോട്ടയത്ത് കൂടിയാലോചന. ജനതാദളുമായി ഇന്നലെ കോഴിക്കോട്ട് നടന്ന ചർച്ച പൂർത്തിയായില്ല. 10 സീറ്റിന്റെ അവകാശവാദവും 4 സീറ്റ് വെച്ചുമാറുന്നതും തർക്കവിഷയം. വീരേന്ദ്രകുമാറുമായി വീണ്ടും ചർച്ചയെന്ന് മുഖ്യമന്ത്രി. സ്ഥാനാർത്ഥി പട്ടികയിൽ വെട്ടും തിരുത്തുമായി വിജയമുറപ്പിക്കാൻ കൊണ്ടുപിടിച്ച് BJP. മഞ്ചേശ്വരത്ത് നിന്ന് K സുരേന്ദ്രന് മണ്ഡലമാറ്റം തിരുവനന്തപുരത്തേക്ക്. KP ശ്രീശൻ കോഴിക്കോട് നോർത്തിലും MT രമേശ് ആറന്മുളയിലും മത്സരിക്കും. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2685 രൂപ, പവൻ 21,480 രൂപ. വെള്ളി ഗ്രാമിന് 39.86 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.